മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരിയായ മാധവിക്കുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് വർഷങ്ങൾക്ക് മുൻപ് എന്ന കൃതി. ഈ കൃതിയിൽ നിന്നും എടുത്ത ഏറെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് പാവക്കുട്ടി. മാധവിക്കുട്ടി ജനിച്ചു വളർന്ന പുന്നയൂർ കുളത്തെ പ്രകൃതിയും നാലപ്പാട്ട് തറവാട്ടിലെ മനുഷ്യരും കൂടുതൽ മിഴിവോടെ പുനർജനിക്കുന്ന ഓർമ്മകളുടെ ഒരു കുറിപ്പ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പാവക്കുട്ടി എന്ന ഈ ലേഖനം. ഈ ഓർമ്മക്കുറിപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാധവിക്കുട്ടിയെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറയാം. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയായ നാലപ്പാട്ട് ബാലാമണി അമ്മയുടെയും മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്ററായിരുന്ന VM നായരുടെയും മകൾ. മാധവിക്കുട്ടി എന്ന പേരിലും കമല സുരയ്യ എന്ന പേരിലും കമലാദാസ് എന്ന പേരിലും സാഹിത്യരചനകൾ നടത്തിയിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന എഴുത്തുകാരി ആയിരുന്നു അവർ. മലയാളത്തിൽ മനോഹരമായ കഥകളും ഇംഗ്ലീഷിൽ ഹൃദയസ്പർശിയായ കവിതകളും അവർ രചിച്ചു. ഏഷ്യൻ പോയട്രി പ്രൈസ്, ആശാൻ വേൾഡ് പ്രൈസ്, അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ചെറുകഥ അവാർഡ്, വയലാർ അവാർഡ്, കെൻറ്റ് അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2001 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി മാധവിക്കുട്ടിയെ ആദരിച്ചു. നീർമാതളം പൂത്ത കാലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. മലയാളത്തിൽ ചെറുകഥ മാത്രമല്ല, നോവലും എഴുതിയിട്ടുണ്ട് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ കഥ. ഇംഗ്ലീഷ് അടക്കം നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ ആത്മകഥ. മലയാളിക്ക് മറക്കാനാവാത്ത ഒരുപിടി കഥകൾ മാധവിക്കുട്ടിയുടേതായിട്ട് വന്നിട്ടുണ്ട്. തണുപ്പ്, പക്ഷിയുടെ മണം, ചന്ദനമരങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലത്. കമലയുടെ കുട്ടിക്കാലവും കുട്ടിക്കാലത്തെ നൊമ്പരങ്ങളുമാണ് ഈ കുറിപ്പിൽ അവർ രേഖപ്പെടുത്തുന്നത്. പാവക്കുട്ടി എന്ന ഒരു വസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള കുഞ്ഞു മനസ്സിൻ്റെ സങ്കടങ്ങൾ, സ്നേഹം, കുഞ്ഞു കമലയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാവക്കുട്ടിയെ നാലപ്പാട്ട് തറവാട്ടിലേക്ക് വിരുന്നു വന്ന ഒരു പെൺകുട്ടിക്ക് അമ്മമ്മ നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ കമലയുടെ കുഞ്ഞു മനസ്സിൻ്റെ വേദനയും സങ്കടവും എന്തായിരുന്നു എന്ന് പിൽക്കാലത്ത് കഥാകൃത്ത്, നമ്മുടെ കഥാകാരി ഓർത്തെടുക്കുകയാണ്. അവ അക്കാലത്ത് അനുഭവിച്ച മാനസിക വ്യഥ വായനക്കാരന് ലഭിക്കുന്ന തരത്തിൽ അതിമനോഹരമായാണ് ഈ ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പാവക്കുട്ടി എന്ന ഓർമ്മക്കുറിപ്പൊന്ന് വായിച്ചു തുടങ്ങാം, കേൾക്കൂ. ഒരു സന്ധ്യയ്ക്കാണ് ചില സ്ത്രീകൾ ഒരു 5 വയസ്സുകാരിയോടൊപ്പം നാലപ്പാട്ട് സന്ദർശിച്ചത്. കുട്ടിയുടെ മുൻവശത്തെ പല്ലുകൾക്ക് പുഴുക്കുത്തുണ്ടായിരുന്നു. മോണകളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ചിരിയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മമ്മ എന്നോട് ആ കുട്ടിയോടൊന്നിച്ച് കളിക്കുവാനായി ആജ്ഞാപിച്ചു.
ഞാൻ അവളെയും കൂട്ടി കോണിപ്പടികൾ കയറി മുകളിലെ വടക്കേ അറയിലെത്തി. എനിക്കന്ന് ഒരു പാവക്കുട്ടി മാത്രമേ സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ തലമുടി സ്വർണ്ണ നിറമുള്ള പട്ടുനൂൽ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതിനെ ഞാൻ മമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ആ ഇടയ്ക്ക് പുന്നയൂർകുളത്ത് നടന്ന സകല പാവകല്യാണങ്ങൾക്കും മമ്മയായിരുന്നു വധു. എൻ്റെ പാവക്കുട്ടിയെ ആ പെൺകുട്ടി തൻ്റെ മടിയിൽ വെച്ചു. പിന്നീട് അതിന് മുല കൊടുക്കുന്നത് പോലെ അവൾ അഭിനയിച്ചു. എനിക്ക് ആ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താ പേര്? ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു. അമ്മയുടെ പൊന്നുമോള്, അവൾ തൻ്റെ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു. ശരിക്കുള്ള പേരാ ഞാൻ ചോദിച്ചത്, ഞാൻ നീരസത്തോടെ പറഞ്ഞു. ശരിക്കുള്ള പേരാ ഞാൻ ചോദിച്ചത്, ഞാൻ നീരസത്തോടെ പറഞ്ഞു. ശരിക്കുള്ള പേര് പ്രേമാന്ന് അവൾ പറഞ്ഞു. ഇനി അതിനെ ബുദ്ധിമുട്ടിക്കണ്ട, അത് കിടന്നുറങ്ങട്ടെ, ഞാൻ പാവക്കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പ്രേമ പാവക്കുട്ടിയെ നിലത്ത് കിടത്തുവാൻ വിസമ്മതിച്ചു. മാത്രമല്ല, തൻ്റെ വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടും അവൾ ആ പാവക്കുട്ടിയെ എനിക്ക് വിട്ടു തന്നില്ല. പാവക്കുട്ടിയെ അവളുടെ അമ്മ എടുത്തു മാറ്റുവാൻ ശ്രമിച്ചപ്പോൾ പ്രേമ ഉറക്കെ കരഞ്ഞു തുടങ്ങി. വാശിയുണ്ട് അല്ലേ? അമ്മമ്മ ചോദിച്ചു. വാശിയെന്ന് പറഞ്ഞാലോ? ഓ, ഇങ്ങനത്തെ വാശി ഞാൻ കണ്ടിട്ടില്ലേ. പെണ്ണിന് അടി കിട്ടാണ്ടയാ. പ്രേമയുടെ അമ്മ പിറുപിറുത്തു. ഇവിടുത്തെ കുട്ടിയുടെ പാവ കൊണ്ടുപോകരുതിട്ടാ, അതിന് കളിക്കാൻ വേറെ പാവല്ല, ദേവകി കരയുന്ന കുട്ടിയോട് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആയി ആയി ആയി, കമല കരയാണോ? ഒരു പാവക്കുട്ടിക്ക് വേണ്ടി കരയാണോ? ഈ പാവക്കുട്ടി പ്രേമ കൊണ്ടുപോയിക്കോട്ടെ, അച്ഛനോട് എഴുതിയ നല്ല പാവക്കുട്ടിയെ മേടിച്ച് അയച്ചു തരുമല്ലോ, അമ്മമ്മ പറഞ്ഞു. എനിക്ക് മമ്മയെ മതി, പുതിയ പാവക്കുട്ടിയെ എനിക്ക് വേണ്ട, ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിടടി ആ പാവേ, ഞാൻ നിന്നെ കാണിച്ചു തരാം, വീട്ടിലെത്തട്ടെ, ചട്ടവും കൊണ്ട് കാലിൻ്റെ തുടയിൽ ചൂട് വയ്ക്കും ഞാൻ. ഇങ്ങനുണ്ടോ ഒരു ശാഠ്യം? ഈ അസത്തിനെ ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നില്ല. ഞാൻ പാവയെ തരില്ല, പ്രേമ പറഞ്ഞു. അതുകൊണ്ട് പോയിക്കോട്ടെ, കമലയെ ഞാൻ സമാധാനിപ്പിക്കാം, അമ്മമ്മ പറഞ്ഞു. അവർ എന്നെ തൻ്റെ കാലുകളോട് അടുപ്പിച്ച് തലയിൽ തടവി വാത്സല്യം പ്രകടിപ്പിച്ചു. എൻ്റെ പാവയാണ് മമ്മ, ഞാൻ പറഞ്ഞു. കമല നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടികൾ ഇങ്ങനെ സ്വാർത്ഥം കാണിക്കുമോ? അത് ആ കുട്ടിക്ക് കൊടുത്തോളൂ, അമ്മമ്മ പറഞ്ഞു. അതേപ്പോൾ നന്നായത്. ഇവിടുത്തെ കുട്ടിക്ക് കളിക്കാൻ അതിൻ്റെ അച്ഛൻ കൽക്കത്തയിൽ നിന്ന് അയച്ച പാവക്കുട്ടി. അത് വലിയവർക്കും കൊടുക്കണമെന്ന് നിർബന്ധിച്ച കുട്ടി എന്താ ചെയ്യുക? വല്യമ്മയുടെ സ്വത്ത് വല്ലവരും ചോദിച്ചാൽ കൊടുക്കുമോ? ദേവകി ചോദിച്ചു. ദേവകി മിണ്ടാതിരിക്കുമോ? സ്വത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല, ഒരു പാവയുടെ കാര്യമല്ലേ ഇവിടെ പറയണത്, അമ്മമ്മ ചോദിച്ചു. കുട്ടിയുടെ സ്വത്ത് ഈ പാവയല്ലാണ്ട് പിന്നെന്താ? അതിനെയും കൂട്ടിപ്പിടിച്ചിട്ടല്ലേ കുട്ടി നിത്യവും ഉറങ്ങണ്. ആ പാവയെ നിലത്ത് വയ്ക്കാറില്ല. എന്നിട്ടാണ് ഇപ്പോൾ വല്യമ്മ പറയണേ ആ പാവയെ കൊടുക്കണമെന്ന്. നമ്മുടെ ശേഷക്കാരൊന്നും അല്ലല്ലോ ഈ വന്നിറക്കണത്. കുട്ടി കരയണത് കണ്ടില്ലേ? വല്യമ്മ പറഞ്ഞാലും ഈ ദേവകി സമ്മതിക്കില്ല ഇവിടുത്തെ കുട്ടിയുടെ പാവക്കുട്ടിയെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ. പാവക്കുട്ടികളെ വേണമെങ്കിൽ കുന്നംകുളത്ത് പോയാൽ കിട്ടും, ഇല്ലെങ്കിൽ തൃശ്ശൂർ കിട്ടാണ്ടിരിക്കില്ല. പിന്നെ കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇവിടുത്തെ കുട്ടിയുടെ കയ്യിൽ 8ഉം 10ഉം ഒന്നും ഇല്ല കേട്ടോ. ആകെക്കൂടി ഈ പാവയുള്ളൂ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം കുട്ടിയുടെ ആണ്ടപ്പിറന്നാളിന് അതിൻ്റെ അച്ഛൻ കൽക്കത്തയിൽ നിന്ന് കുറേ കാശ് കൊടുത്ത് മേടിച്ച് കൊടുത്തയച്ചതാ, ദേവകി പറഞ്ഞു. പ്രേമ പിടി മുറുകിയതേയുള്ളൂ. പാവക്കുട്ടിയോ ആ കുട്ടിയുടെ കരങ്ങളിൽ ഒതുങ്ങിക്കിടന്നു. മതി മതി ദേവകി, അധികം പ്രസംഗിക്കണ്ട. പാവയെ കൊടുക്കണമെന്ന് ഞാനാ പറയണത്. കമല കൊടുക്കും, കമലയുടെ സ്വഭാവം എനിക്കറിയാം, അമ്മമ്മ പറഞ്ഞു. കൊടുക്കുകയിരിക്കാം. വല്യമ്മ പറഞ്ഞ കുട്ടി കേൾക്കാണ്ടിരിക്കുമോ? പക്ഷേ വല്യമ്മ ഇത് പറയണത് മഹാപാവാന്നേ ഞാൻ പറഞ്ഞത്. ഈ കുട്ടിക്ക് ഇനിയൊരു പാവയെ കിട്ടാൻ എത്ര ദിവസം കാക്കണം? ഇനിയിപ്പോൾ വേറൊരു പാവയെ കിട്ടിയാലും അതിനോട് കുട്ടിക്ക് ഇത്രയ്ക്ക് സ്ഥായി ഉണ്ടാവുമോ? മമ്മ മമ്മ എന്ന് വിളിച്ചുകൊണ്ട് അതിനെ കൊണ്ടു നടക്കണത് വല്യമ്മയും കണ്ടിട്ടില്ലേ? ദേവകി ചോദിച്ചു.
ദേവകി അമ്മ പറയണത് ശരിയാ. ഇവിടുത്തെ കുട്ടിയുടെ പാവ കൊണ്ടുപോണത് ശരിയല്ല, പ്രേമയുടെ അമ്മ പറഞ്ഞു. അവരുടെ ഒക്കത്ത് ഇരുന്നിരുന്ന പ്രേമ തൻ്റെ മുഖം ധൃതിയിൽ അമ്മയുടെ ചുമലിൽ ഒളിപ്പിച്ചു. പാവയുടെ മേലുള്ള പിടി മാത്രം അയഞ്ഞില്ല. ആ പാവയെ കൊടുക്കടി പെണ്ണെ, പ്രേമയുടെ അമ്മ ഗർജിച്ചു. പ്രേമ വായി മുഴുക്കെ തുറന്ന് കരഞ്ഞു തുടങ്ങി. ഇത് എൻ്റെ പാവയാ, അവൾ പറഞ്ഞു. ഇത് ഇവിടുത്തെ കുട്ടിയുടെ പാവയാ, അത് ഇക്കിഷുണ്ട്, ദേവകി വിളിച്ചു പറഞ്ഞു. ഉയർന്ന സ്വരം കേട്ടിട്ടാവാം ശങ്കരൻ തെക്കിനിയിലേക്ക് ഓടി വന്നു. എന്താ വല്യമ്മ ഇവിടെ നടക്കണേ? കുട്ടി കരയുണ്ടല്ലോ, അയാൾ ചോദിച്ചു. ഇവിടെ ഒന്നും നടക്കണില്ല, ശങ്കരൻ അടുക്കളയ്ക്ക് പോയിക്കോളാം, അമ്മമ്മ പറഞ്ഞു. ശങ്കരൻ അടുക്കളയ്ക്ക് പോയിക്കോളാം. ശങ്കരന് വിധിച്ചത് അടുക്കളയാണ്, അത് ശങ്കരന് നല്ലോണം അറിയാം. പക്ഷേ ഇവിടെ കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് അടുക്കളയിൽ കയറി പണിയെടുക്കാൻ സാധിക്കില്ല. കുട്ടിയുടെ അമ്മയും അച്ഛനും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. കുട്ടിയെ സങ്കടപ്പെടുത്താൻ ഓരോരുത്തർ വരുമ്പോൾ ഇവിടെ ചോദിക്കാൻ ആരും ഇല്ലയെന്നാവരുത്. എന്നോടും കൽക്കത്തയിലുള്ള ഏമാൻ പറഞ്ഞതാ, ശങ്കര എൻ്റെ കുട്ടിയെ നോക്കണമെന്ന്. പറഞ്ഞോളാം മോളെ. ആരാ കുട്ടിയെ കരയിപ്പിച്ചത്? ഏലിയൻ്റാട്ടിലെ അമ്മത്തമ്പരാണ് ആണെങ്കിൽ കൂടി കുട്ടിയെ കരയിപ്പിച്ച ഈ ശങ്കരൻ വെറുതെ വിടില്ല. ഏലിയൻ്റാട്ടിലെ അമ്മത്തമ്പരാനാണെങ്കിൽ കൂടി കുട്ടിയെ കരയിപ്പിച്ച ഈ ശങ്കരൻ വെറുതെ വിടില്ല, ശങ്കരൻ പറഞ്ഞു. ശങ്കരൻ വിഡിത്തം പറയണ്ട, അമ്മമ്മ പറഞ്ഞു. ഞങ്ങൾ പോട്ടെ, ഇനി വീട്ടിലെത്തുമ്പോഴേക്കും കൂരിട്ടാവും. അവിടെ എത്തിയിട്ട് വേണം കുറച്ച് ചുടലുണ്ടാക്കി പെണ്ണിനെ മേല് കഴിക്കാൻ. പച്ചവെള്ളത്തിൽ മേല് കഴിച്ച പെണ്ണിന് അപ്പം തുടങ്ങും പനിയും കുരയും. കുരയ്ക്കിയ ദിവസവും ആടലോടകത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് ആ നീര് ഒരു ഗോകർണത്തിലാക്കിയിട്ട് നിർബന്ധിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭേദവുമില്ല. ചീരക്കുഴി അച്ഛനായരെ കാണിച്ചാലോ എന്ന് വിചാരിക്കുക, പ്രേമയുടെ അമ്മ പറഞ്ഞു. അച്ഛനായരെ കാട്ടിക്കോളോ, കുറേയൊക്കെ മാറ്റും. അച്ഛനായരുടെ ചികിത്സ കുട്ടികൾക്ക് അതിവിശേഷ, അമ്മമ്മ പറഞ്ഞു. പെട്ടെന്ന് പ്രേമയെന്ന കുട്ടി അത്യുച്ചത്തിൽ നിലവിളിച്ചു തുടങ്ങി. ദേവകി പാവക്കുട്ടിയെ എങ്ങനെയോ കരസ്ഥമാക്കി കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ കുട്ടിയുടെ പാവയായത്, ഇത് ഇവിടെ തന്നെ താമസിക്കട്ടെ, ദേവകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കുട്ടിയുടെ നിലവിളി കർണങ്ങൾക്ക് ദുസ്സഹമായി തീർന്നു. അവളുടെ വെളുത്ത മുഖം ഊതനിറം കൈക്കൊണ്ടു. അത് കൊടുത്താട്ടെ ദേവകി, കമല സമ്മതിച്ചിരിക്കണേ. കമലയ്ക്ക് വിരോധമില്ലെങ്കിൽ ദേവകിക്കും ശങ്കരനും ഇത്ര എതിർപ്പ്? കുട്ടിയുള്ളതുകൊണ്ട് സമ്മതിച്ചിട്ടില്ല വല്യമ്മേ. അതിൻ്റെ കണ്ണ് കണ്ടറിയില്ലേ അതിൻ്റെ സങ്കടം, ശങ്കരൻ ചോദിച്ചു. പാവയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോവില്ല, പ്രേമ ഗർജിച്ചു. ആകാശത്തിൽ വ്യാഴനക്ഷത്രം ഉദിച്ചു കഴിഞ്ഞിരുന്നു. അമ്മമ്മ പാമ്പിൻകാവിലെ ഇലഞ്ഞിമരത്തിലേക്ക് കണ്ണോടിച്ചു. അവർ തൻ്റെ വൈകിപ്പോയ സ്നാനപരിപാടിയെപ്പറ്റി ഓർക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടിക്ക് കൊടുക്കുമോ കമലേ, അമ്മമ്മ പറഞ്ഞു. ഞാൻ ദേവകിയുടെ കരങ്ങളിൽ നിന്ന് എൻ്റെ പാവയെ എടുത്ത് പ്രേമയ്ക്ക് ഏൽപ്പിച്ചു. മമ്മ എന്നെ നോക്കി പുഞ്ചിരി തൂകുന്നത് ഞാൻ കണ്ടു. സദാസമയവും പുഞ്ചിരി തൂകുവാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എനിക്കറിയാണ്ട് വീട്ടിലേക്ക് പോയിക്കോളാം, അമ്മമ്മ പറഞ്ഞു. ഇനിയത്തെ മാസം വരാൻ നോക്കാം. എനിക്കിവിടെ വരണത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, പ്രേമയ്ക്കും വലിയ സന്തോഷമാണ്, അതിഥി പറഞ്ഞു. പടി കടക്കുമ്പോൾ പ്രേമ തിരിഞ്ഞു നോക്കി ചിരിച്ചു. ഞാൻ അവളെ നോക്കി ചിരിച്ചില്ല. ഇപ്പം എന്തേ സംഭവിച്ച്? ആകെ കൂടി കളിക്കാണ്ടായിരുന്ന പാവയെ അവർ കൊണ്ടുപോയി. ഇനി കുട്ടി എന്താ ചെയ്യുക? ദേവകി ചോദിച്ചു. ഇനി ശങ്കരൻ മച്ചിങ്ങ കൊണ്ട് വണ്ടി ഉണ്ടാക്കി തരാട്ടാ, 4 ചക്രമുള്ള വണ്ടി. പാവ ഉണ്ടായിരുന്നത് സാമർഥ്യമുള്ളവർ വാങ്ങിക്കൊണ്ടുപോയില്ലേ? ശങ്കരൻ ചോദിച്ചു. പാവയില്ലെങ്കിലും കമലയ്ക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. സ്വാർത്ഥം പഠിച്ചു വച്ചാൽ പിന്നെ കുട്ടികൾ നശിക്കും, അമ്മമ്മ പറഞ്ഞു. ഇപ്പോൾ സ്വാർത്ഥം പഠിച്ച കുട്ടിക്കല്ലേ പാവക്കുട്ടി കിട്ടിയത്?
നമ്മുടെ കുട്ടിയുടെ പാവ ആരെ കൊണ്ടുപോയത്? സ്വാർത്ഥം പഠിച്ച കുട്ടി. സ്വാർത്ഥമല്ല വല്യമ്മേ, അതിൻ്റെ ഒപ്പം കുറേ സാമർഥ്യമുണ്ട്. അതുകൊണ്ടാണ് അവറ്റയ്ക്ക് എല്ലാം സമ്പാദിച്ചുണ്ടാക്കാൻ സാധിക്കണം. നമ്മുടെ കുട്ടി വല്യമ്മയുടെ എന്തി ഒരാളാവുന്ന ഇപ്പോൾ തോന്നണത്. കയ്യിൽ ചില്ലി കാശ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണേ, ശങ്കരൻ പറഞ്ഞു. അമ്മമ്മ അയാളെ ശകാരിക്കുമെന്ന് ഞാൻ ഭയന്നു. പക്ഷെ അമ്മമ്മ ഒരു നേരം പോക്ക് കേട്ടിട്ടെന്ന പോലെ ഉറക്കെ ചിരിച്ചു. ശരിയാ ശങ്കരൻ പറഞ്ഞത്, ചില്ലി കാശ് എൻ്റെ കയ്യിലില്ല, എന്നാലും ആരെയും ചതിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാം. അത് വിചാരിക്കുമ്പോൾ മനസ്സിൽ നല്ല സുഖം തോന്നും, അമ്മമ്മ പറഞ്ഞു. അമ്മമ്മയോടൊന്നിച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ മമ്മയെ ഓർത്ത് എനിക്ക് വീണ്ടും കരച്ചിൽ വന്നു. മമ്മ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു. മമ്മ വെറും പാവക്കുട്ടിയല്ലേ, അതിന് ജീവനില്ലല്ലോ, അമ്മമ്മ പറഞ്ഞു. മമ്മ വെറും പാവക്കുട്ടിയല്ലേ, അതിന് ജീവനില്ലല്ലോ, അമ്മമ്മ പറഞ്ഞു. ഞാൻ മനുഷ്യക്കുട്ടിയല്ലേ, എനിക്ക് ജീവനുണ്ട്. എനിക്ക് മമ്മയെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് സങ്കടം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു. ഒന്നിലും ആസക്തി പാടില്ല കമലേ. എന്തിനോടെങ്കിലും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ പഠിക്കണം, ഇല്ലെങ്കിൽ ദുഃഖം തന്നെ ഫലം, അമ്മമ്മ പറഞ്ഞു. അമ്മമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ? എന്നെ വേറെ ഒരു വീട്ടിലേക്ക് കൊടുത്താൽ അമ്മമ്മ വ്യസനിക്കില്ലേ? അമ്മമ്മ കുറേ നേരം ഒന്നും പറയാതെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. ഒടുവിൽ അവർ പറഞ്ഞു, ഉവ്വ് കമലേ, ഞാൻ വ്യസനിക്കും. കമലയെ കാണാൻ കഴിയാഞ്ഞാൽ ഞാൻ വ്യസനിക്കും. ഇത്രയുമാണ് പാവക്കുട്ടി എന്ന ഈ ഓർമ്മക്കുറിപ്പ് ഉള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സ്, നിഷ്കളങ്കമായ മനസ്സ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓർമ്മക്കുറിപ്പിൻ്റെ അവസാനം കമല അമ്മമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അമ്മമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ? എന്നെ വേറെ ഒരു വീട്ടിലേക്ക് കൊടുത്താൽ അമ്മമ്മ വ്യസനിക്കില്ലേ എന്നത്. അതാണ് ഈ ഓർമ്മക്കുറിപ്പിൽ ഏറ്റവും കാതലായ ഭാഗമായി ഞാൻ കാണുന്നത്. കമലയ്ക്ക് ആ പാവക്കുട്ടി അമ്മമ്മയ്ക്ക് എങ്ങനെയാണോ കമല, അതുപോലെ തന്നെ ആയിരുന്നു. അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. മമ്മ എന്ന് അവൾ അതിനെ ഓമനപ്പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അത് അമ്മമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവനില്ലാത്ത ഒരു സാധനമാണ്. പക്ഷേ കമലയെ സംബന്ധിച്ചിടത്തോളം അത് ജീവനുള്ള പാവക്കുട്ടി തന്നെയാണ്. അമ്മമ്മ പറയുന്നു, മമ്മ വെറും പാവക്കുട്ടിയല്ലേ, അതിന് ജീവനില്ലല്ലോ എന്ന്. അതിന് തൊട്ട് മുമ്പ് കമല പറഞ്ഞു, മമ്മ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും എന്ന്. അതിന് മറുപടിയായിട്ടാണ് അതിന് ജീവനില്ലല്ലോ എന്ന് അമ്മമ്മ പറഞ്ഞത്. അമ്മമ്മ ജീവനില്ല എന്ന് വിചാരിക്കുന്ന ആ പാവക്കുട്ടി ജീവനുള്ള ഒന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് കമല ചെറുപ്പത്തിൽ ജീവിതം പഠിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുട്ടികളും അങ്ങനെയാണ്, പാവക്കുട്ടികളിലൂടെ, കുട്ടിക്കളികളിലൂടെ ജീവിതം പഠിച്ചെടുക്കുന്നത്. കുട്ടിയുടെ സ്വത്താണ് പാവ എന്ന് ആ വീട്ടിലെ വേലക്കാർക്കറിയാം. ദേവകിയും ശങ്കരനും അത് പറയുന്നുണ്ട്. കാരണം അമ്മമ്മയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനെയോ അമ്മയേക്കാൾ കൂടുതൽ ഈ പാവ കുട്ടിക്ക് പ്രിയപ്പെട്ടതാകുന്നു പലപ്പോഴും. ദേവകി പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കൂ, കുട്ടിയുടെ സ്വത്ത് ഈ പാവയല്ലാണ്ട് പിന്നെന്താ? അതിനെയും കൂട്ടിപ്പിടിച്ചല്ലേ കുട്ടി നിത്യം ഉറങ്ങണ.
ആ പാവയെ നിലത്ത് വെക്കാറില്ല. എന്നിട്ടാണ് ഇപ്പോൾ വല്യമ്മ പറയണ് ആ പാവയെ കൊടുക്കണമെന്ന്. ഇങ്ങനെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അത് അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്നവർ അവർക്ക് നൽകുന്നത് ഓരോന്നും അവരുടെ പ്രിയപ്പെട്ടതാണ്. അത് അവരിൽ നിന്ന് നാം തിരിച്ചെടുക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വത്ത് നഷ്ടപ്പെടുന്ന പോലെയാണ് അനുഭവപ്പെടുക. നമുക്ക് നമ്മുടെ സ്വത്ത് ആരെങ്കിലും പിടിച്ചെടുക്കാൻ വരുമ്പോഴുണ്ടാകുന്ന അതേ വികാരം കുഞ്ഞു മനസ്സുകളിലും ഉണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ദേവകി തുടർന്ന് പറയുന്നത്, ഇവിടുത്തെ കുട്ടിയുടെ പാവക്കുട്ടിയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ ആണ് അവർ വന്നിട്ടുള്ളത്. വല്യമ്മയ്ക്ക് ഇതൊക്കെ പറയാം, പക്ഷേ വല്യമ്മ പറഞ്ഞാലും ദേവകി അതിന് സമ്മതിക്കില്ല എന്നവൾ പറയുന്നുണ്ട്. എന്നിട്ട് വല്യമ്മ പറഞ്ഞാൽ കുട്ടി ഇത് കൊടുക്കും, പാവയെ കൊടുക്കും. കൊടുക്കാണ്ടിരിക്കാൻ കുട്ടിക്ക് പറ്റില്ലല്ലോ, കാരണം പറയണത് വല്യമ്മയാണല്ലോ. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ പാവ എന്നുള്ളത്? അതിൻ്റെ സ്വന്തമാണ്, അതിൻ്റെ സ്വത്താണ്. അത്രയധികം ആത്മബന്ധമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് മറ്റൊരു കുട്ടി തൻ്റെ പാവയെ കൊണ്ടുപോകാൻ വേണ്ടി തുനിയുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കമല കരഞ്ഞത്. ശങ്കരൻ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, കുട്ടി ഉള്ളുകൊണ്ട് സമ്മതിച്ചിട്ടില്ല വല്യമ്മേ, അതിൻ്റെ കണ്ണ് കണ്ട അറിയില്ലേ അതിൻ്റെ സങ്കടം? ശങ്കരൻ ചോദിച്ചു. ഈ ശങ്കരൻ്റെ ചോദ്യത്തിൽ ദേവകിയുടെ വാക്കുകളിൽ ഒക്കെ പാവയും കമലയും തമ്മിലുള്ള ആത്മബന്ധം വെളിവാകുന്നുണ്ട്. അതിനെയാണ് അമ്മമ്മ മറ്റൊരാൾക്ക് പിടിച്ചു കൊടുത്തത്. അങ്ങനെ പിടിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇത് എഴുതുന്ന കാലത്ത് മാധവിക്കുട്ടിയുടെ മനസ്സിൽ ഒരു നൊമ്പരമായിട്ട് ഈ ഓർമ്മക്കുറിപ്പ് കിടക്കുന്നത്. അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഹൃദയസ്പർശിയായിട്ട് ഇത് രേഖപ്പെടുത്താനും കമലയ്ക്ക് സാധിച്ചത്. ചെറുപ്പകാലത്ത് ഏൽക്കുന്ന മനസ്സിനേൽക്കുന്ന ഓരോ ക്ഷതങ്ങളും ജീവിതകാലം മുഴുവൻ മനുഷ്യൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുമെന്നത് വാസ്തവം തന്നെയാണെന്ന് ഈ ഓർമ്മക്കുറിപ്പ് തെളിയിക്കുന്നുണ്ട്. മുതിർന്നവർ മനസ്സിലാക്കുന്ന കുട്ടിയല്ല വാസ്തവത്തിൽ കുട്ടി. അമ്മമ്മ അവിടെ പറയുന്ന ഒരു വാക്കിൽ നോക്കൂ, മതി മതി ദേവകി, അധികം പ്രസംഗിക്കേണ്ട, പാവയെ കൊടുക്കണമെന്ന് ഞാനാ പറയണത്. കമല കൊടുക്കും, കമലയുടെ സ്വഭാവം എനിക്കറിയാം. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന, എന്നെ അനുസരിക്കുന്ന ഒരു കുട്ടിയെയാണ് മുതിർന്ന ഒരാൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഇവിടെ അമ്മമ്മയും അങ്ങനെ തന്നെ. അമ്മമ്മയുടെ വാക്ക് കേൾക്കുന്ന കമലയെയാണ് അമ്മമ്മയ്ക്ക് പരിചയമുള്ളത്. പക്ഷെ അമ്മമ്മ പറഞ്ഞാൽ തൻ്റെ ആത്മാവിന് തുല്യം താൻ സ്നേഹിക്കുന്ന പാവക്കുട്ടിയെ കമല കൊടുക്കും. പക്ഷെ അതിന് കൊടുക്കാതെ നിവൃത്തിയില്ല. പറ്റാവുന്നിടത്തോളം അവൾ കരഞ്ഞു നോക്കി. എന്നിട്ടും അമ്മമ്മ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവളുടെ ആകെയുള്ള സ്വത്തായ, അവളുടെ കൂട്ടുകാരിയായ ആ പാവ അവൾക്ക് നഷ്ടപ്പെടുകയാണ്. ഈ നഷ്ടത്തിൻ്റെ വേദനയാണ് പാവക്കുട്ടി എന്ന ഈ ഓർമ്മക്കുറിപ്പ് മുഴുവനും നിറഞ്ഞ് നിൽക്കുന്നത്. അമ്മമ്മ കുറേ നേരം ഒന്നും പറയാതെ കമലയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. ഒടുവിൽ അമ്മമ്മ പറഞ്ഞു, ഉവ്വ് കമലേ, ഞാൻ വ്യസനിക്കും. കമലയെ കാണാൻ കഴിയാഞ്ഞാൽ ഞാൻ വ്യസനിക്കും എന്ന് കുറേ നേരം കഴിഞ്ഞ് കമലയോട് അമ്മമ്മ പറയുന്നുണ്ട്, ഈ പാവക്കുട്ടി നഷ്ടപ്പെട്ട കമലയോട്. അപ്പോൾ അമ്മമ്മക്കത് തിരിച്ചറിയുന്നു. തൻ്റെ വ്യസനം തന്നെയാണ് കമലയെ നഷ്ടപ്പെടുമ്പോൾ തനിക്കുള്ള അതേ വിഷമം തന്നെയാണ് ഇപ്പോൾ കമലയ്ക്കുള്ളത്, കുഞ്ഞായ കമലയ്ക്കുള്ളത് എന്ന്.